മനസ്സിലാവും. 2 ലക്ഷം ആളുകൾ അല്ലെ 2,04,000 ആളുകളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത്. സോ ഇസ്ലാമിസ്റ്റ് ടെറർ അറ്റാക്കുകളെ കുറിച്ച് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സാധാരണ സംഭവമാണ്. ആരും ഇതിനെക്കുറിച്ച് അങ്ങനെ എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്യാറില്ല. ഞാനും ചെയ്യാറില്ല. ദിവസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പോസ്റ്റ് ഇടാനോ പ്രസംഗം നടത്താനോ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഒരു വർഷം 5,600 എന്നൊക്കെ പറഞ്ഞാൽ എന്നാ കണക്കത്? ഭയങ്കര കണക്കാണ്. ലോകമെമ്പാടും നടക്കണം. ആഫ്രിക്കയിൽ, ഏഷ്യയിൽ, യൂറോപ്പിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇതെല്ലാം നുള്ളിപ്പറക്കിയെടുത്ത കണക്കാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ മഗ്ഡബർഗിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ 5-6 പേരുടെ മരണവും 300 പേരുടെ പരിക്കും പറ്റിയത് എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളുടെ പേരിലിടുന്നത് അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിൻ്റെ പേരിലിടുന്നത് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം ഇതിങ്ങനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. അതിന് ശേഷം ഉണ്ടായി, അതിന് മുന്നേ ഉണ്ടായി. ഇത് ജർമ്മനിയിൽ തന്നെ ഈ ക്രിസ്മസ് സമയങ്ങളിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുക എന്ന് പറയുന്നത് ജർമ്മനിയിൽ തന്നെ സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ഡെയിലി ഈവൻറ്റ് പോലെ എല്ലാ വർഷവും അല്ല കൊടിയേറ്റം എന്നൊക്കെ പറയുന്നതുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് എല്ലാം പിടിക്കപ്പെടുന്നവരെല്ലാം തന്നെ ഇസ്ലാമിസ്റ്റ് ബന്ധമുള്ളവരാണ്. ചിലപ്പം ഐസിസോ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് നമ്മളുടെ മേൽ വന്നു എന്നുള്ളതാണ്. അപ്പം ഞാനതിനെതിരെ പ്രതികരിച്ചു. ഇപ്പം ഈ സൗദി ഡോക്ടർ ഒരു എക്സ് മുസ്ലിമാണ്. അയാളുടെ ഹാൻഡിൽസ് എല്ലാം അയാൾ ശരിക്ക് എവിഡൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എക്സ് മുസ്ലിമാണ് താൻ. പക്ഷേ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് സൗദിയിൽ നിന്ന് എക്സ് മുസ്ലിംസിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനാണ്. എന്നിട്ട് അയാളുടെ മറ്റൊരു പ്രതിഷേധം, ജർമ്മനി മറ്റ് ഇമിഗ്രൻസിനെ എടുക്കുന്നു, എക്സ് മുസ്ലിം ഇമിഗ്രൻസിനെ സൗദിയിൽ നിന്ന് എടുക്കുന്നില്ല ഗൾഫ് റീജിയനിൽ നിന്ന്. അതിൻ്റെ ദേഷ്യത്തിന് അയാൾ ജർമ്മൻ സ്റ്റേറ്റിനെതിരെ ആണ് ഈ അറ്റാക്ക് സംഘടിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ അറ്റാക്ക് നടത്തിയത് ജർമ്മൻ സ്റ്റേറ്റിനെതിരെ ഒന്നുമല്ല. അയാൾ കൃത്യമായിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ ചെന്നിട്ട് ക്രിസ്മസ് സീസണിൽ കാറിനകത്ത് ചെന്നിട്ട് ഇടിച്ചു കയറ്റി ആളുകളെ കൊല്ലുമായിരുന്നു. അത് വേറെ സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ്, എക്സ് മുസ്ലിം ആയാലും വൈ മുസ്ലിം ആണെങ്കിലും ഈ ആക്ട് ഒരു ഇസ്ലാമിസ്റ്റ് ആക്റ്റാണ്. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ക്രിസ്മസ് സീസണിൽ പോയി വണ്ടി ഇടിച്ചു കയറ്റുക എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പോട്ടെ, എക്സ് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ആ ആക്ട് ഇസ്ലാമിസ്റ്റ് ആക്റ്റാണ്. അപ്പം ഞാനിത് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഇത് അങ്ങനെയാണോ? ഇതെല്ലാം നിരീശ്വരവാദികളല്ലേ ചെയ്തത്, എസ് മുസ്ലിംസ് അല്ലേ ചെയ്തത്? അവിടെയാണ് ഈ നിരീശ്വരവാദികൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ തന്നെ സ്വയം ചോദിച്ചത്. ആ ചോദ്യം നിങ്ങളോട് പങ്കിടാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ നിജം ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ് ഒരു നിരീശ്വരവാദി എന്നുള്ളതിൻ്റെ അർത്ഥം? ചിലർ പറയും, അയാളൊരു നിരീശ്വരവാദിയാണ്.